തൊഴിലിനെക്കുറിച്ച് യുവജനങ്ങൾക്കാകെ ഒരേ കാഴ്ചപ്പാടല്ല. സ്വയം തിരഞ്ഞെടുത്ത വഴിയിൽ പലരും സന്തോഷം കണ്ടെത്തുകയാണ്. എറണാകുളത്തെ വഴിയോരത്ത് ഹെൽമെറ്റ് നന്നാക്കുന്ന സഹദിനെ നമുക്കൊന്ന് കാണാം. മെയിനെന്താ വെച്ചാൽ സമാധാനം. നമ്മൾ ഒരാളുടെ കീഴിലല്ല നിൽക്കുന്നത്. ഇത് പുല്ലേപ്പടി തമ്മന റോഡാണ്. ആ റോഡിന് വശത്ത് സഹദുണ്ട്, നമുക്ക് സംസാരിക്കാം. കൊറോണയ്ക്ക് ശേഷം എല്ലാം നിർത്തിവെച്ച ടീമായിരുന്നല്ലോ. പിന്നെ വർക്കൊന്നും ഇല്ലാണ്ട് ഞാൻ ഡിഗ്രി ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം നിൽക്കുന്ന സമയത്തായിരുന്നു അളി ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കിയാലോ ചോദിച്ചു. പിന്നെ അളീൻ്റെ അടുത്ത് ചെന്നപ്പോൾ അളിയൻ ഈ വർക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ ഒരു 4-5 പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് എറണാകുളത്തേക്ക് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ വിചാരിച്ചപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്പോട്ടൊക്കെ നൽകിയിട്ട് പിന്നീട് വർക്ക് ചെയ്യാൻ തുടങ്ങി. കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ഈ വർക്കിക്ക് ഇറങ്ങി അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഇതിലിങ്ങനെ സ്റ്റേബിളായി നിന്നു. ഇനിയിപ്പോൾ മെല്ലെ കണ്ട് ആ പോയ ഡിഗ്രി ചെയ്യണമെന്നുണ്ട്. രാവിലെ ഒരു 10 to വൈകിട്ട് ഒരു 6 മണി വരെ ഉണ്ടാവും. എൻ്റെ ബ്രദർ പള്ളുരുത്തി ആ സൈഡ് ഉണ്ട്, കളമശ്ശേരി ഉണ്ട്, അങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും ആൾക്കാരുടെ. അപ്പോൾ പൊതുവെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ തന്നെ അവർ ഒന്നിലേക്ക് കളയും, പുതിയത് മേടിക്കും, അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ അതിനൊക്കെ ഇതൊരു സൊല്യൂഷനാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ചെറിയൊരു വൈസർ മാറലായിരിക്കും, അതിന് നമുക്ക് ഹെൽമെറ്റ് വേണ്ടി യൂസ് ചെയ്യാം. ചിലപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ക്ലിപ്പായിരിക്കും. അതൊക്കെ പോകുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ആ സമയത്താണ് നമ്മുടെ ഒരു വാല്യൂ ഇവിടെ മനസ്സിലാവേണ്ടത്. നമ്മൾ ചെറിയ പൈസക്ക് തന്നെ ഇത് റെഡിയാക്കി കൊടുക്കും. ഇത് 450 നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. മാക്സിമം ആ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക, തുടങ്ങാൻ നോക്കുക. ഇപ്പോൾ ഓരോ കമ്പനിയിൽ കയറാം, എന്തെങ്കിലും +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, പെട്ടെന്ന് എന്തെങ്കിലും ജോലി നോക്കണം, ഏതെങ്കിലും കമ്പനിക്ക് കയറണം, അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ നമ്മളായിട്ട് സ്വന്തമായിട്ട് ഇതിപ്പോൾ ഇത് തന്നെയൊന്നുമില്ല, നമ്മളായിട്ട് സ്വന്തങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക, തുടങ്ങാൻ നോക്കുക. അപ്പോൾ ഇത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ കീഴിലല്ല നിൽക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ എനിക്ക് ഒരാളുടെ കീഴിൽ നിന്നിട്ട് അയാൾ പറയുന്ന അതേപോലെ അനുസരിക്കണം, അങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന വർക്ക് എനിക്കിപ്പോൾ ഇഷ്ടമുള്ള ദിവസം ലീവ് എടുക്കാം, ഇഷ്ടമുള്ള ദിവസം ഇപ്പോൾ എൻ്റെ വർക്ക് നിർത്തി പോവാം. അപ്പോൾ ഒരു സ്ട്രെസ് ഇല്ലാത്തൊരു ലൈഫാണ് സത്യം പറഞ്ഞാൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഏണിങ്സും ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും നല്ല രീതിയിൽ പോകുന്നു, സമാധാനമുണ്ട്. സത്യം വേറൊന്നുമല്ല, നമ്മളെ ആൾക്കാരെ ബോധിപ്പിക്കാനല്ലല്ലോ. ഇപ്പോൾ ഈ ഫുട്പാത്തിൽ ഇരിക്കണം, ഈ പയ്യൻ എന്ത് കിട്ടുന്നുണ്ടാവും, അപ്പോൾ ആൾക്കാർ ഫുട്പാത്തിൽ ഇരിക്കണത് അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. അതിലൊന്നുമില്ല. നിങ്ങളിപ്പോൾ നാട്ടുകാർ എന്ത് ചിന്തിക്കുന്നു എന്നതിലുപരി നിങ്ങളുടെ സമാധാനം നോക്കുക, നിങ്ങൾ ആ വർക്കിൽ ഓക്കെ ആണെന്ന് അത്ര മതി. നിഖിൽ ജോസഫിനൊപ്പം കൊച്ചിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.